ക്രിസ്തീയ ഗോളങ്ങളിൽ കുറേ സുവിശേഷകർ ഇറങ്ങിയിട്ടുണ്ട്. യഹോവ ദൈവമല്ല, ത്രിത്വവാദികളുണ്ട്. ത്രിത്വം അത് പിതാവ് ഉദ്ദേശിക്കുന്നതിനാണ് പുത്രൻ ഉദ്ദേശിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് ചിന്തിക്കണം. ഇതൊക്കെ പഠിപ്പിക്കാൻ നിങ്ങൾക്കാരത് ലൈസൻസ് തന്നത്? നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് പഠിച്ച് അപ്പസ്തോലന്മാരെ പഠിച്ചമാരെ പഠിച്ചിട്ടാണോ നിങ്ങൾ പറയണത്? നിങ്ങളെന്തിനാ ഈ സാധാരണ ജനത്തിന് ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കണത്? നിങ്ങളീ പറയുന്ന കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ ശക്തിയുള്ള ഒരു 100-ൽ 90% ക്രിസ്ത്യാനികൾക്ക് അറിയില്ലേ? അവർ ക്രിസ്തുവിനെ മാതൃക വെച്ച് പോകുന്നവർ ക്രിസ്തുവിനെ മാതൃക വെച്ച് പോട്ടെ. പിതാവ് ക്രിസ്തു പറഞ്ഞു കൊടുത്ത അവരുടെ അറിവിനനുസരിച്ചുള്ള രീതിയിൽ അവർ പിതാവിനെ അറിയട്ടെ. അവരുടെ മനസ്സിൽ എന്താ തോന്നുന്ന വികാരം ആ ലെവലിൽ ഒരു പരിശുദ്ധാത്മാവിനെ അറിയട്ടെ. നിങ്ങൾ വന്നിരുന്നിട്ട് നിങ്ങളുടെ ഈ ബുദ്ധിപരമായിട്ടുള്ള വലിയ ചർച്ചകളും വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. നിങ്ങൾ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കി നിങ്ങൾ ഏത് കോളത്തിലേക്ക്, നിങ്ങൾ എത്ര ഉയർന്ന രീതിയിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നൊന്നും സാധാരണക്കാരന് മനസ്സിലാവണില്ല. ഒരു ചർച്ച കേട്ടതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാനായിട്ട് അത് പുത്രനിൽ കൂടി എന്താ പിതാവിന് നേരിട്ടുണ്ടാക്കാൻ പറ്റില്ലേ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്താണെന്ന് സാധാരണ ജനത്തിന് തോന്നുന്ന വികാരത്തിൽ അവർ പഠിക്കട്ടെ. അവരായിട്ടൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പോൾ ക്രിസ്തു ക്രൂശിൽ കിടന്ന് എന്നെ കൈവിട്ടത് എന്ത് പറഞ്ഞത് ഒരു അഭിപ്രായ വ്യത്യാസം അല്ലേ? അത് അഭിപ്രായ വ്യത്യാസം ആയിട്ട് വരില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പിതാവ് കൈവിട്ടു, പുത്രൻ ക്രൂശിൽ കിടന്ന് വിലപിച്ച് കരയുന്നു, നീ എന്നെ കൈവിട്ടത് എന്തെന്ന്. ഇതിനെന്താ ഉത്തരം? നിങ്ങളധികം ബുദ്ധി കളിക്കല്ലേ. സാധാരണക്കാരൻ്റെ ഒക്കെ എടുത്ത് വിട്. ക്രിസ്തു എന്ന് പറയുന്ന ഒരു ക്രിസ്തുവിനെ നിങ്ങളെന്തായി സഭകൾ 40,000 എത്രയൊക്കെ ആക്കി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഓരോരുത്തരുടെ സൗകര്യത്തിന് ഇടയന്മാരെ, അതായത് ആട്ടിടയന്മാരാക്കിയിട്ട് അവരെ കൊള്ളടിച്ച് ജീവിക്കുന്ന കൊള്ളക്കാരാണ് നിങ്ങൾ. അല്ലാതെ ക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനോ യഹോവയ്ക്ക് എന്തെങ്കിലും നിങ്ങൾ ഒരു ഗുണം ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഒരു വിഭാഗം ക്രിസ്തുവിൻ്റെ രൂപം വെച്ചിട്ട് പിച്ച തണ്ടായിരുന്നിരിക്കുക റോട്ടിൽ. നിങ്ങളുടെ ഈ പഠിപ്പിക്കലുകൾ ഭയങ്കര അക്രമമായിട്ടാണ് വരണത്. അതുമാതിരി തന്നെ ഇത് സിനിമാ തിയേറ്ററിൽ പഴയ കാലത്ത് സിനിമയൊക്കെ വരുമ്പോൾ നോട്ടീസ് അച്ചടിച്ചിറക്കിയിട്ട് ഉടൻ വരുന്നു എന്ന് പറഞ്ഞ മാതിരി ഉടൻ വരുന്നു ധ്യാനം, അരൂപിയുടെ ധ്യാനം, തീ കത്തുന്ന ധ്യാനം, മറ്റേത് ആരി പറ്റിക്കണം വിശ്വാസികൾ ഇങ്ങനെ പറ്റിച്ച്. ഇനി അന്ത്യകാലത്തിനെ കുറിച്ച് അവർ വിശ്വസിക്കുക, അവന് മനസ്സിലാവുന്ന രീതിയിൽ അവൻ വിശ്വസിക്കട്ടെ. അവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ കൈകടത്തണ്ട. ദൈവം എന്താണോ ഒരു വിശ്വാസിനെ കുറിച്ച് വിശ്വസിക്കുന്നത് ആ രീതിയിൽ മുന്നോട്ട് പൊക്കോട്ടെ. നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കല്ല സാധാരണക്കാരുടെ ഇടയിൽ. പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇവരെ എന്തെങ്കിലും പറയുമ്പോൾ പിന്നെ അവർക്ക് വാലും തുമ്പണ്. ഒരു അറിവിൻ്റെ ഒരു അംശം നിങ്ങൾ കൊടുക്കും. അതുമെന്ന് നിന്ന് അവരിലേക്ക് സംശയം അനേകമായിട്ട് കയറി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവിടെ വിശ്വാസത്യാഗം സംഭവിക്കും. വെളുക്കാൻ തേച്ചത് പാണ്ടാവാന്നുള്ള പരിപാടി. നിങ്ങൾ വിശ്വാസികൾ ഇങ്ങനെ ഇട്ട് നശിപ്പിക്കല്ലേ. സാധാരണക്കാരന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. സാധാരണക്കാരൻ്റെ മുന്നിൽ കൊടുന്ന് ഛർദ്ദിക്കല്ലേ. ഗുണത്തിനേക്കാളേറെ ദോഷമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളീ പറയുന്നത് നിങ്ങൾക്ക് പോലും ഒരു കാര്യത്തിന് ത്രിത്വത്തിനെ കുറിച്ച് ആർക്കെങ്കിലും കറക്റ്റായിട്ട് ഇന്ന രീതിയിലാണ് ത്രിത്വം എന്ന് പറയാനായിട്ട് ഇന്ന് ലോകത്തൊരാൾക്ക് സാധിക്കില്ലേ. പിന്നെ എന്തിട്ട് വന്നിരുന്നു ഈ വിളമ്പണ? നിങ്ങൾക്ക് നാണാവില്ലേ? ദൈവത്തിന് ഇങ്ങനെ വിഭജിച്ച് ആ ക്രൂശിനെ ഇങ്ങനെ വിഭജിച്ച് കൊള്ളയടിച്ച് ഉണ്ടാക്കി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തുവിനെ യഹൂദർ കൊന്നതിനേക്കാൾ അക്രമമായിട്ടാണ് ഇന്ന് നിങ്ങൾ ഓരോ കാര്യത്തിലും ക്രിസ്തുവിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്.